ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ചേർത്ത് പിടിച്ച് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും കനത്ത നാശം വിതച്ച വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ഇരുവരും ദുരന്തബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പിലെത്തി ആശ്വാസം പകർന്നു. ദുരന്തഭൂമിയിൽ സൈന്യം തയ്യാറാക്കിയ താൽക്കാലിക പാലം കടന്ന് മറുകരയെത്തിയ രാഹുൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികരുമായി സംസാരിച്ചു. AICC ജനറൽ സെക്രട്ടറിയും MP-യുമായ KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, T സിദ്ദിഖ് MLA എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വളരെ വേദനാജനകമായ സംഭവമാണിത്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് വീടും അവരുടെ സ്വന്തക്കാരെയും നഷ്ടമായത്. ഈ സാഹചര്യത്തിൽ എന്താണ് ജനങ്ങളോട് പറയേണ്ടതെന്നറിയില്ല. ഏറെ ബുദ്ധിമുട്ടേറിയ ദിവസമാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യും. അവരുടെ പുനരധിവാസം ഉൾപ്പെടെ നോക്കേണ്ടതുണ്ട്. വയനാട്ടിലെ ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം കാണുമ്പോൾ അഭിമാനമുണ്ട്. ഡോക്ടർമാർ, നഴ്സുമാർ, വോളണ്ടിയർമാർ, രക്ഷാപ്രവർത്തകർ, സൈന്യം, ഭരണകൂടം എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് തീർച്ചയായും ദേശീയ ദുരന്തമാണ്. എന്തായാലും സർക്കാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടുത്തെ ജനങ്ങൾക്ക് സഹായമാണ് ആവശ്യം. ഈ സമയം എല്ലാവരും ഒന്നിച്ച് ആഘാതത്തിലുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം പറയാനോ ആ രീതിയിൽ അതിനെ കാണാനോ ആഗ്രഹിക്കുന്നില്ല. വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സഹായം ലഭിക്കുന്നതിലാണ് താല്പര്യം. തന്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്താണോ എനിക്ക് തോന്നിയത് അതേ വേദനയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ ഓരോരുത്തരുടെയും കുടുംബം ഒന്നാകെയാണ് നഷ്ടമായത്. അന്ന് എനിക്കുണ്ടായതിനേക്കാൾ ഭീകരാവസ്ഥയാണ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് പേരാണ് ഒറ്റപ്പെട്ടത്. അവരുടെ കൂടെ നിൽക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ ശ്രദ്ധ വയനാട്ടിലാണ്. വയനാടിന് എല്ലാ സഹായവും കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. സഹോദരന് തോന്നിയ അതേ വേദനയാണ് തനിക്കുമുണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അതിദാരുണമായ സംഭവമാണിത്. നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ജനങ്ങളുടെ വിഷമം. എല്ലാവർക്കും ആവശ്യമായ പിന്തുണ നൽകും. എല്ലാവരും ഒറ്റക്കെട്ടായി സഹായിക്കാൻ എത്തുന്നു. എല്ലാവർക്കും സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടെന്നാണ് പറയുന്നത്. അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.